ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എന്ത് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത നമ്പർ നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടാണല്ലോ നമ്മളിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആ പരിചയമില്ലാത്ത നമ്പറിലേക്ക് നമുക്ക് വല്ല ഫയലോ കാര്യങ്ങളോ അയച്ചു കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ അവരെ നമ്പർ സേവ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ആ പേര് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ മെസ്സേജ് അയക്കൽ. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. പലർക്കും ഇതറിയാം എങ്ങനെയാണ് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് അയക്കുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ടൊരു പ്ലസ് ചിഹ്നം കാണും, ഒരു പച്ച കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടാകും. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഫോണിലുള്ള നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ടാകും. എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നമ്മുടെ പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മളെ ഫോൺ നമ്പർ ആയിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളിവിടെ മെസ്സേജ് എന്നുള്ളവിടെ നമുക്ക് ഏത് നമ്പർക്കാണോ നമുക്ക് വാട്സപ്പ് അയക്കേണ്ടത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ അയച്ച നമ്പറിന്മേലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡയൽ ആഡ് ടു കോണ്ടാക്റ്റ് എന്ന് വരും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ ഇപ്പോൾ വാട്സപ്പ് അവൈലബിൾ അല്ല, ഈ നമ്പറിൽ വാട്സപ്പ് ഇല്ല. ഓക്കെ, ഞാൻ ഒരു വാട്സപ്പുള്ള നമ്പറിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ ചാറ്റ് വിത്ത്. അപ്പോൾ നമ്മൾ ഈ ചാറ്റ് വിത്തിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചാറ്റ് വിത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അവരെ വാട്സപ്പിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ